ഇന്ന് നിന്റെ ഹൃദയം ഫോൺ ബാറ്ററി തീർന്നതുപോലെ തോന്നുന്നുണ്ടോ? പുറത്ത് നീ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ ഉള്ളിൽ ശക്തി തീരുന്നതുപോലെ തോന്നുന്നുണ്ടോ? വീട്ടിലെ ജോലി, കുട്ടികളുടെ കാര്യം, പഠനം, പണം, ബില്ലുകൾ, പ്രാർത്ഥന എല്ലാം നീ നോക്കുന്നു. എന്നിട്ടും ഹൃദയം ശൂന്യമായി കിടക്കുന്നതുപോലെ തോന്നുന്നുണ്ടോ? ആരും കാണാത്ത ക്ഷീണം ഏറ്റവും ഭാരമുള്ള ക്ഷീണമാണ്. കണ്ണിൽ കണ്ണുനീർ വരാത്തപ്പോഴും ഉള്ളിൽ ആത്മാവ് കരയാം. നീ ദുർബലനായതുകൊണ്ടല്ല ഇത്. നീ പല ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമന്ന് നടന്നുകൊണ്ടാണ്. ഇന്ന് യേശു നിന്റെ അടുത്തേക്ക് കുറ്റം പറയാൻ വരുന്നില്ല. ഇന്ന് യേശു നിന്റെ ക്ഷീണിച്ച ഹൃദയത്തെ ചേർത്തു പിടിക്കാൻ വരുന്നു. യേശുവേ, എൻ്റെ ക്ഷീണിച്ച ഹൃദയം വീണ്ടും നിറയ്ക്കണമേ. ഫോൺ ബാറ്ററി വളരെ കുറയുമ്പോൾ നമ്മൾ അതിനെ ചാർജിലിടും. പവർ ബാങ്ക് അടുത്തുണ്ടെങ്കിൽ ഫോൺ വീണ്ടും പതുക്കെ ജീവൻ കിട്ടുന്നതുപോലെ തെളിയും. അതുപോലെ ക്ഷീണിച്ച ഹൃദയവും യേശുവിൻ്റെ സാന്നിധ്യത്തോട് വീണ്ടും ചേർക്കപ്പെടണം. അത് വലിയ വാക്കുകളുള്ള പ്രാർത്ഥന ആവണമെന്നില്ല. അത് മൗനത്തിലുള്ള ഒരു നെടുവീർപ്പാകാം. അത് കണ്ണടച്ച് പറയുന്ന ഒരു ചെറുവാക്കാകാം. യേശുവെ, ഞാൻ ക്ഷീണിച്ചു, എന്നെ വീണ്ടും നിറക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്നവരിൽ ഒരാൾ ഇപ്പോൾ അടുക്കളയിലായിരിക്കാം. ഒരാൾ ബസ്സിൽ വീട്ടിലേക്ക് മടങ്ങുകയായിരിക്കാം. ഒരാൾ ആശുപത്രി ഇടനാഴിയിൽ ഇരിക്കുകയായിരിക്കാം. ഒരാൾ വിസയുടെ മറുപടി കാത്തിരിക്കുകയായിരിക്കാം. ഒരാൾ വിദ്യാഭ്യാസ വായ്പയുടെ തീയതി നോക്കി ഭയപ്പെടുകയായിരിക്കാം. ഒരാൾ കുട്ടികൾ പഠിക്കാത്തതിനെക്കുറിച്ച് മൗനമായി വിഷമിക്കുകയായിരിക്കാം. ഒരാൾ ഭർത്താവിനോടോ ഭാര്യയോടോ സംസാരിക്കാൻ വാക്കുകൾ കിട്ടാതെ ഇരിക്കുകയായിരിക്കാം. ഒരാൾ ഗൾഫിലോ യുകയിലോ ഉള്ള പ്രിയപ്പെട്ടവനെ ഓർത്ത് കരയുകയായിരിക്കാം. മറ്റൊരാൾ കാനഡയിലോ ജർമ്മനിയിലോ ഓസ്ട്രേലിയയിലോ ഉള്ള ഒരാളെ ഓർത്ത് കാത്തിരിക്കാം. നിന്റെ സ്ഥലം എവിടെയായാലും യേശു അവിടെ എത്തും. നിന്റെ ക്ഷീണം മറഞ്ഞതായാലും യേശുവിന് അത് വ്യക്തമാണ്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വചനങ്ങളിൽ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എൻ്റെ നുകം നിങ്ങളുടെ മേൽ ഏറ്റുവാങ്ങി എന്നിൽ നിന്ന് പഠിപ്പിൻ. എന്തെന്നാൽ ഞാൻ സൗമ്യനും ഹൃദയത്തിൽ വിനീതനുമാകുന്നു. അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് വിശ്രമം ലഭിക്കും. എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. യേശു പറയുന്നു, നിന്റെ ഭാരം ഇല്ലെന്ന് നടിക്കേണ്ട. യേശു പറയുന്നു, നിനക്ക് ശക്തിയുണ്ടെന്ന് തെളിയിക്കേണ്ട. യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരൂ. എൻ്റെ അടുക്കൽ വന്ന് ഒരു നിമിഷം വിശ്രമിക്കൂ. ലോകം പലപ്പോഴും പറയും, ഇനിയും ചെയ്യൂ. വീട് പറയും, ഇനിയും നോക്കൂ. പണം പറയും, ഇനിയും ഓടൂ. ബന്ധുക്കളുടെ വാക്കുകൾ പറയും, നീ മതിയല്ല. പക്ഷേ യേശു പറയുന്നു, എൻ്റെ അടുക്കൽ വരൂ. അവൻ ആദ്യം ചോദിക്കുന്നത് നിന്റെ നേട്ടങ്ങളല്ല. അവൻ ആദ്യം കാണുന്നത് നിന്റെ ക്ഷീണിച്ച ഹൃദയമാണ്. യേശുവേ, എൻ്റെ ക്ഷീണിച്ച ഹൃദയം വീണ്ടും നിറയ്ക്കണമേ. കേരളത്തിലെ ഒരു കത്തോലിക്ക അമ്മയുടെ സായാഹ്നം ഞാൻ മനസ്സിൽ കാണുന്നു. പകലൊട്ടാകെ അവൾ ഓടിക്കൊണ്ടിരുന്നു. കുട്ടികളുടെ പഠനം, ഭക്ഷണം, വസ്ത്രം, വീട്ടിലെ ചെറിയ തർക്കങ്ങൾ, ബില്ലുകൾ എല്ലാം അവളുടെ മനസ്സിലുണ്ടായിരുന്നു. മേശപ്പുറത്ത് വിദ്യാഭ്യാസ വായ്പയുടെ പേപ്പർ കിടന്നു. അരികിലൊരു വിസ ഫയൽ തുറന്നുകിടന്നു. അവളുടെ ഭർത്താവ് ക്ഷീണിച്ച് വീട്ടിൽ വന്നെങ്കിലും അധികം സംസാരിച്ചില്ല. കുട്ടികൾ ഒരാൾ പുസ്തകത്തിനരികിലും മറ്റൊരാൾ ഫോണിലുമായിരുന്നു. അവർ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു. പക്ഷേ അവളുടെ ഹൃദയത്തിന് ആരും ഭക്ഷണം കൊടുത്തില്ലെന്നുപോലെ തോന്നി. ആ സായാഹ്നത്തിൽ അവളുടെ ഫോൺ ബാറ്ററി തീരാൻ തുടങ്ങി. അവൾ ഫോൺ പവർ ബാങ്കിൽ കുത്തി. ചാർജ് അടയാളം സ്ക്രീനിൽ തെളിഞ്ഞു. ആ നിമിഷം അവൾ വീട്ടിലെ ചെറിയ അൾത്താര നോക്കി. യേശുവിൻ്റെ തിരുഹൃദയ ചിത്രവും പരിശുദ്ധ അമ്മയുടെ രൂപവും അവിടെ ഉണ്ടായിരുന്നു. ഒരു ചെറിയ മെഴുകുതിരി കത്തിക്കൊണ്ടിരുന്നു. അവൾ പതുക്കെ മനസ്സിൽ പറഞ്ഞു, എൻ്റെ ഫോൺ പോലെ എൻ്റെ ഹൃദയവും തീർന്നുപോയിരിക്കുന്നു. യേശുവേ, എന്നെയും നിന്റെ സാന്നിധ്യത്തിൽ കണക്റ്റ് ചെയ്യണമേ. അവൾ വലിയ പ്രാർത്ഥന പറഞ്ഞില്ല.
അവൾ 5 മിനിറ്റ് മിണ്ടാതെയിരുന്നു. പിന്നെ അവൾ പറഞ്ഞു, യേശുവേ, എൻ്റെ ക്ഷീണിച്ച ഹൃദയത്തെ നിന്റെ സമാധാനത്താൽ വീണ്ടും നിറയ്ക്കണമേ. എല്ലാ പ്രശ്നങ്ങളൊന്ന് അവസാനിച്ചില്ല. വായ്പയുടെ പേപ്പർ അതേ മേശപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. വിസയുടെ മറുപടി അന്ന് വന്നില്ല. കുട്ടികൾ ഉടനെ മാറിയില്ല. പക്ഷേ അവളുടെ ഉള്ളിൽ ചെറിയൊരു ശാന്തി തെളിഞ്ഞു. ചാർജ് കുറഞ്ഞ ഫോൺ വീണ്ടും പ്രകാശിക്കുന്നതുപോലെ അവളുടെ ഹൃദയത്തിൽ ചെറിയൊരു ധൈര്യം വന്നു. ചിലപ്പോൾ ദൈവത്തിൻ്റെ കൃപ ആദ്യം സാഹചര്യത്തെ മാറ്റുന്നില്ല, ആ സാഹചര്യത്തിനുള്ളിൽ നമുക്ക് നിൽക്കാനുള്ള ശക്തി തരുന്നു. ഇത് കേൾക്കുന്ന നീയും അങ്ങനെ തന്നെയായിരിക്കാം. നീ എല്ലാവർക്കും ചായ കൊടുക്കുന്നു, പക്ഷേ നിന്റെ ഹൃദയം ആരും ചോദിക്കുന്നില്ല. നീ കുട്ടികളുടെ ഭാവി നോക്കുന്നു, പക്ഷേ നിന്റെ ഉള്ളിലെ ഭയം ആരും കാണുന്നില്ല. നീ വീട്ടിലെ സമാധാനത്തിനായി നിന്റെ വാക്കുകൾ വിഴുങ്ങുന്നു, പക്ഷേ ആ മൗനം നിന്റെ ഉള്ളിൽ ഭാരമാകുന്നു. നീ പ്രാർത്ഥിക്കണം എന്ന് അറിയുന്നു, പക്ഷേ പ്രാർത്ഥന തുടങ്ങുമ്പോൾ തന്നെ മനസ്സ് ക്ഷീണിക്കുന്നു. അത് പാപമെന്ന് കരുതി നീ സ്വയം കുറ്റപ്പെടുത്തരുത്. ക്ഷീണിച്ച പ്രാർത്ഥനയും യേശുവിന് പ്രിയമാണ്. മുഴുവൻ റോസറി പറയാൻ കഴിയാത്ത ദിവസങ്ങളിലും ഒരു മുത്ത് പിടിച്ച് യേശുവിനെ വിളിക്കാം. വലിയ പ്രാർത്ഥന വരാത്ത ദിവസങ്ങളിലും ഒരു വാക്ക് മതി, യേശുവെ, എന്നെ പിടിച്ചു നിർത്തണമേ. ഇപ്പോൾ നിന്റെ കണ്ണുകൾ പതുക്കെ അടയ്ക്കൂ. നിന്റെ കൈ ഹൃദയത്തിന്മേൽ വയ്ക്കൂ. ഒരു മന്ദശ്വാസം എടുക്കൂ. നീ ഇത്രയും ദിവസങ്ങൾ ചുമന്ന ഭാരങ്ങളെ യേശുവിൻ്റെ മുമ്പിൽ വയ്ക്കൂ. കുടുംബത്തിൻ്റെ ഭാരം അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. കുട്ടികളുടെ ഭാവി അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. പണത്തിൻ്റെ കുറവ് അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. വിസയുടെ കാത്തിരിപ്പ് അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. ജോലിയുടെ അനിശ്ചിതത്വം അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ഇടയിലെ മൗനം അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. മാതാപിതാക്കളുടെ മറഞ്ഞ ആശങ്കകൾ അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. ദൂരെയുള്ള പ്രിയപ്പെട്ടവനെ അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. ദുർബലമായ പ്രാർത്ഥന പോലും അവൻ്റെ മുമ്പിൽ വയ്ക്കൂ. ഇപ്പോൾ പതുക്കെ പറയൂ, യേശുവെ, എൻ്റെ ക്ഷീണിച്ച ഹൃദയം വീണ്ടും നിറയ്ക്കണമേ. എൻ്റെ കർത്താവെ, ഞാൻ എല്ലാം കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ ഞാൻ ക്ഷീണിച്ചുപോയി. എൻ്റെ ശരീരത്തിലെ തളർച്ചയും മനസ്സിലെ ഭാരവും ആത്മാവിലെ വരൾച്ചയും നീ കാണണമേ. എനിക്ക് എല്ലാവരോടും നല്ലവനായി ഇരിക്കണം, പക്ഷേ ചില ദിവസങ്ങളിൽ എൻ്റെ വാക്കുകൾ കടുപ്പമാകുന്നു. എനിക്ക് കുട്ടികളെ സ്നേഹത്തോടെ നയിക്കണം, പക്ഷേ ചിലപ്പോൾ ഞാൻ ശബ്ദമുയർത്തുന്നു. എനിക്ക് ഭർത്താവിനോടോ ഭാര്യയോടോ സമാധാനമായി സംസാരിക്കണം, പക്ഷേ ഉള്ളിൽ പഴയ മുറിവുകൾ തുറക്കുന്നു. എനിക്ക് മാതാപിതാക്കൾക്ക് ആശ്വാസമാകണം, പക്ഷേ എൻ്റെ തന്നെ ഹൃദയം ആശ്വാസം തേടുന്നു. യേശുവെ, എന്നെ കുറ്റപ്പെടുത്താതെ സൗഖ്യമാക്കണമേ. എൻ്റെ ക്ഷീണത്തെ നിന്റെ കരുണയിൽ മറയ്ക്കണമേ. എൻ്റെ വീട്ടിലെ വായുവിൽ നിന്റെ സമാധാനം നിറയട്ടെ. സന്ധ്യാപ്രാർത്ഥന വീണ്ടും സ്നേഹത്തോടെ തുടങ്ങാൻ കൃപ തരണമേ. വീട്ടിലെ അൾത്താരയിൽ തെളിയുന്ന മെഴുകുതിരി പോലെ ഞങ്ങളുടെ വിശ്വാസം മങ്ങി പോകരുതേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ കുടുംബത്തെ നിന്റെ മാതൃസ്നേഹത്തിൽ പൊതിഞ്ഞു കാക്കണമേ. ഇപ്പോൾ നിന്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടാകാം, എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ? യേശുവിനൊപ്പം നീ ഒറ്റയ്ക്കല്ല. നിന്റെ ശക്തി തീർന്നിടത്ത് അവൻ്റെ കൃപ തുടങ്ങും. യേശുവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു. എൻ്റെ കുടുംബം നിന്റെ കരങ്ങളിലാണ്. കുട്ടികൾ കേൾക്കാത്ത ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ക്ഷമ തരണമേ. അവരെ വാക്കുകൊണ്ട് മുറിവേൽപ്പിക്കാതെ ജ്ഞാനത്തോടെ നയിക്കാൻ സഹായിക്കണമേ. അവർ പഠനത്തിലും ജീവിതത്തിലും നല്ല വഴികൾ തിരഞ്ഞെടുക്കട്ടെ. ഫോണിൻ്റെയും കൂട്ടുകാരുടെയും ലോകത്തിൽ അവർ മറഞ്ഞു പോകരുതേ. അവരുടെ ഹൃദയത്തിൽ പ്രാർത്ഥനയുടെ ചെറിയ വിത്ത് ജീവിച്ചിരിക്കട്ടെ. വിദ്യാഭ്യാസ വായ്പയുടെ സമ്മർദ്ദം ഞങ്ങളെ തകർക്കാതിരിക്കട്ടെ. പണം കുറവായ ദിവസങ്ങളിൽ അനാവശ്യ ഭയം ഞങ്ങളെ നിയന്ത്രിക്കാതിരിക്കട്ടെ. ജോലി വ്യക്തമല്ലാത്തപ്പോൾ പോലും വിവേകത്തോടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. വിസ വൈകുമ്പോൾ നിരാശയിൽ മുങ്ങാതെ കാത്തിരിക്കാൻ കൃപ തരണമേ.
ദൂരെയുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കാത്തുസൂക്ഷിക്കണമേ. അവർ ഏകാന്തതയിൽ നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ. അവരുടെ മുറിയിലും യാത്രയിലും ജോലിസ്ഥലത്തും നിന്റെ സാന്നിധ്യം കൂടെയുണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അവരെ നിയന്ത്രിക്കാനല്ല, അവരെ യേശുവിൻ്റെ കരുണയിൽ ഏൽപ്പിക്കാനാണ്. ഇന്ന് വീട്ടിൽ വളരെ സാധാരണമായ ഒരു കാഴ്ചയുണ്ടാകാം. ഫോൺ ചാർജിൽ കിടക്കുന്നു, പക്ഷേ വീട്ടിലെ ഹൃദയങ്ങൾ ചാർജില്ലാതെ നടക്കുന്നു. ചിലപ്പോൾ നമുക്ക് ഭക്ഷണം വേണം, ചിലപ്പോൾ ഉറക്കം വേണം, ചിലപ്പോൾ ഒരു നല്ല വാക്ക് വേണം. എന്നാൽ എല്ലാറ്റിനുമപ്പുറം ആത്മാവിന് യേശുവിൻ്റെ സാന്നിധ്യം വേണം. പവർ ബാങ്ക് ഫോണിനെ വീണ്ടും പ്രവർത്തിക്കാൻ സഹായിക്കുന്നത് പോലെ പ്രാർത്ഥന ഹൃദയത്തെ വീണ്ടും നിലനിർത്താൻ സഹായിക്കും. അത് ഉടനടിയെല്ലാം ശരിയാക്കുന്ന മായാജാലമല്ല. അത് യേശുവിൻ്റെ അടുത്തിരിച്ച് വീണ്ടും ശ്വാസം എടുക്കാനുള്ള കൃപയാണ്. പ്രാർത്ഥന വളരെ ദുർബലമായി തോന്നിയാൽ ഭയപ്പെടേണ്ട. ദുർബലമായ കൈയും യേശു പിടിക്കും. കണ്ണുനീരില്ലാത്ത ക്ഷീണവും യേശു മനസ്സിലാക്കും. വാക്കുകളില്ലാത്ത മൗനവും യേശു കേൾക്കും. യേശുവെ, എൻ്റെ ക്ഷീണിച്ച ഹൃദയം വീണ്ടും നിറയ്ക്കണമേ. ഒരു കാര്യം കൂടി സ്നേഹത്തോടെ പറയട്ടെ. നിന്റെ ക്ഷീണം വളരെ ഭാരമായി നിനക്ക് സുരക്ഷിതമല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ചുമക്കരുത്. വിശ്വസിക്കാവുന്ന ഒരാളോട് സംസാരിക്കൂ. ഒരു വൈദികനോടോ കൗൺസിലറോടോ ഡോക്ടറോടോ കുടുംബത്തിലെ നല്ല മൂപ്പനോടോ സഹായം തേടൂ. പ്രാർത്ഥന വലിയ ആശ്രയമാണ്. എന്നാൽ സഹായം ചോദിക്കുന്നത് വിശ്വാസക്കുറവല്ല. ദൈവം പലപ്പോഴും മനുഷ്യരുടെ കരുതലിലൂടെയും നമ്മെ താങ്ങുന്നു. ഇന്ന് മുഴുവൻ ജീവിതവും ശരിയാക്കാൻ ശ്രമിക്കേണ്ട. ഇന്ന് മുഴുവൻ കുടുംബത്തെയും മാറ്റാൻ ശ്രമിക്കേണ്ട. ഇന്നത്തെ 24 മണിക്കൂറിനുള്ളിൽ ഒരു കാര്യം മാത്രം ചെയ്യൂ. വീട്ടിലെ യേശുവിൻ്റെ ചിത്രത്തിനു മുമ്പിൽ 5 മിനിറ്റ് മിണ്ടാതെ ഇരിക്കൂ. അത് കഴിയില്ലെങ്കിൽ നിനക്ക് കഴിയുന്ന ശാന്തമായ ഒരു സ്ഥലത്ത് ഇരിക്കൂ. പതുക്കെ ഇങ്ങനെ പറയൂ: യേശുവെ, നിന്റെ സമാധാനത്താൽ എൻ്റെ ക്ഷീണിച്ച ഹൃദയം റീചാർജ് ചെയ്യണമേ. ആ 5 മിനിറ്റ് ചെറിയ കാര്യമായി തോന്നാം, പക്ഷേ തീർന്നു പോകുന്ന ഹൃദയത്തിന് അത് ദൈവസാന്നിധ്യത്തിലേക്കുള്ള കണക്ഷനാകും. ഫോൺ ചാർജിലേക്ക് ബന്ധിപ്പിക്കുന്നത് പോലെ നിന്റെ ഹൃദയത്തെ യേശുവിലേക്ക് ബന്ധിപ്പിക്കൂ. ഇപ്പോൾ നമുക്ക് കുടുംബത്തിനായി അനുഗ്രഹം പറയാം. നിന്റെ വീട്ടിലെ ഓരോ മുറിയിലും യേശുവിൻ്റെ സമാധാനം വസിക്കട്ടെ. നിന്റെ അടുക്കളയിൽ ക്ഷീണത്തിനിടയിലും നന്ദി നിലനിൽക്കട്ടെ. നിന്റെ മേശപ്പുറത്ത് കിടക്കുന്ന ബില്ലുകൾക്കിടയിലും പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കട്ടെ. നിന്റെ കുട്ടികളുടെ പുസ്തകങ്ങളുടെയും ഫോണുകളുടെയും ഇടയിൽ ദൈവത്തിൻ്റെ വെളിച്ചം തെളിയട്ടെ. നിന്റെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും വാക്കുകളിൽ മൃദുത്വം വരട്ടെ. നിന്റെ മാതാപിതാക്കളുടെ മറഞ്ഞ കണ്ണുനീർ കർത്താവ് കാണട്ടെ. നിന്റെ വീടിൻ്റെ വാതിൽക്കൽ വരുന്ന ആശങ്കകൾ യേശുവിൻ്റെ സമാധാനത്തിൽ ശമിക്കട്ടെ. നിന്റെ കുടുംബത്തിൻ്റെ കഥയിൽ അവസാന വാക്ക് ക്ഷീണം ആയിരിക്കരുത്. അവസാന വാക്ക് യേശുവിൻ്റെ കൃപ ആയിരിക്കട്ടെ. ഈ പ്രാർത്ഥന നിന്റെ ഹൃദയത്തെ തൊട്ടെങ്കിൽ കമൻറ്റിൽ ഇങ്ങനെ എഴുതൂ: യേശുവെ, എൻ്റെ ക്ഷീണിച്ച ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ. ഈ വാക്കൊരു കമൻ്റായി മാത്രമല്ല, നിന്റെ ആത്മാവിൻ്റെ പ്രാർത്ഥനയായി പറയൂ. മിണ്ടാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾക്ക് ഈ പ്രാർത്ഥന അയച്ചു കൊടുക്കൂ. അവർക്കും ഇന്ന് യേശുവിൻ്റെ സമാധാനം ഓർമ്മ വരട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ ക്ഷീണിച്ച ഹൃദയം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ സൗമ്യവും വിനീതവുമായ ഹൃദയം നിനക്ക് വിശ്രമം തരട്ടെ. നിന്റെ കുടുംബം കർത്താവിൻ്റെ കരുണയിൽ സുരക്ഷിതമാകട്ടെ. നിന്റെ മക്കൾ ദൈവത്തിൻ്റെ കാവലിൽ വളരട്ടെ. ദൂരെയുള്ള പ്രിയപ്പെട്ടവർ യേശുവിൻ്റെ സ്നേഹത്തിൽ സംരക്ഷിക്കപ്പെടട്ടെ. പണം, ജോലി, പഠനം, വിസ, ബന്ധങ്ങൾ എന്നിങ്ങനെ എല്ലാ ഭാരങ്ങളിലും നിനക്ക് വിവേകവും ധൈര്യവും ലഭിക്കട്ടെ. ഇന്ന് രാത്രി നിന്റെ മനസ്സൽപ്പം ലഘുവാകട്ടെ. നാളെ രാവിലെ നിനക്ക് വീണ്ടും നടക്കാനുള്ള കൃപ ലഭിക്കട്ടെ. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. എൻ്റെ ക്ഷീണിച്ച ഹൃദയം നിന്റെ കരങ്ങളിലാണ്.